വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഇന്ന് ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള അടുത്ത സുഹൃത്തുക്കളായ രണ്ടു പേരാണ് സൽമാൻ ഖാനും ഷാരൂഖ് ഖാനും. ഇന്ന് അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കടുത്ത ശത്രുക്കളായിരുന്നു ഇരുവരും. കരിയറിലെ മത്സരത്തിനപ്പുറം വ്യക്തിപരമായി ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് 2008 ഇരുവരും തമ്മിലുള്ള കയ്യാങ്കളി തന്നെയായിരുന്നു. നടി കത്രീന കൈഫിന്റെ പിറന്നാൾ ആഘോഷത്തിന് എത്തിയതായിരുന്നു ഇരുവരും. പാർട്ടിക്കിടെ ഇവർ വഴക്കിലായി. ചുറ്റുമുള്ളവർ ഇടപെട്ട് ഇവരെ അനുനയിപ്പിക്കുകയായിരുന്നു. മദ്യലഹരിയിലായിരുന്നു സൽമാൻ ഖാൻ ഷാരൂഖ് ഖാനെ പ്രകോപിപ്പിക്കുകയായിരുന്നു എന്നൊക്കെയാണ് അന്ന് പുറത്തു വന്ന റിപ്പോർട്ട്. അന്ന് പാർട്ടിയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അക്കാലത്ത് വന്ന ഒരു റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിൽ പറയുന്നത് പ്രകാരം സൽമാൻ ഖാനാണ് ഷാരൂഖിനെ കത്രീനയുടെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി ക്ഷണിക്കുന്നത്. അന്ന് കത്രീന കൈഫിന്റെ ബോയ്ഫ്രണ്ട് ആയിരുന്നു സൽമാൻ ഖാൻ. സൽമാൻ ഖാന്റെ ക്ഷണം സ്വീകരിക്കാൻ ഷാരൂഖ് മടിച്ചിരുന്നു. എന്നാൽ ഭാര്യ ഗൗരി ഖാൻ പറഞ്ഞത് പ്രകാരം ഷാരൂഖ് പോകാൻ തയ്യാറായി. പാർട്ടിയിലെ അതിഥികൾ പറയുന്നത് പ്രകാരം സൽമാൻ ഖാൻ മദ്യലഹരിയിലായിരുന്നു. തന്റെ ദസ് കാ ദം എന്ന ഷോയെയും ഷാരൂഖ് ഖാന്റെ ക്യാ ആപ്പ് പാഞ്ച്വി പാസെ തേസ് ഹെയ്ൻ എന്ന ഷോയെയും സൽമാൻ ഖാൻ താരതമ്യം ചെയ്യാൻ തുടങ്ങി. താനാണ് യഥാർത്ഥ സൂപ്പർ സ്റ്റാർ എന്ന സൽമാൻ ഖാൻ അവിടെ വച്ച് വാദിച്ചു. തന്റെ ഗേൾഫ്രണ്ട്സ് എല്ലാം ഷാരൂഖ് ഖാനോടൊപ്പം സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതിൽ സൽമാൻ ഖാന് നീരസമുണ്ടായിരുന്നു. മുൻപ് മുൻ കാമുകി ഐശ്വര്യ റായ് സൽമാൻ ഖാനോടൊപ്പം വർക്ക് ചെയ്യണമെന്നത് പറഞ്ഞിരുന്നു. പിന്നീട് കത്രീന കൈഫിനും ഷാരൂഖ് ഖാനൊപ്പം സിനിമ ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഇതിന്റെ ദേഷ്യത്തിലായിരുന്നു സൽമാൻ ഖാൻ. ഈ ദേഷ്യത്തിൽ വിഷയം ഐശ്വര്യയിലേക്ക് സൽമാൻ ഖാൻ വിഷയം മാറ്റുകയായിരുന്നു. എല്ലാ അതിഥികൾക്കും മുമ്പിൽ വെച്ച് ഐശ്വര്യ റായിയെ വളരെ മോശം ഭാഷയിൽ സൽമാൻ ഖാൻ സംസാരിക്കുകയുണ്ടായി. ഈ അധിക്ഷേപം കേട്ട് നിൽക്കാൻ ഷാരൂഖ് ഖാന് സാധിച്ചിരുന്നില്ല. ഉടൻ തന്നെ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. ഇവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. അവൾ ഒരാളുടെ ഭാര്യയാണ്, മരുമകളാണ്, അവൾ ഒരു സ്ത്രീയാണ്. ഐശ്വര്യയെക്കുറിച്ച് ബഹുമാനത്തോടെ സംസാരിക്കണമെന്നായിരുന്നു അന്ന് പ്രതികരിച്ചപ്പോൾ ഷാരൂഖ് ഖാൻ പറഞ്ഞത്. എന്നാൽ സൽമാൻ ഖാൻ ഐശ്വര്യയെക്കുറിച്ച് വീണ്ടും മോശമായി സംസാരിക്കുകയുണ്ടായി. ഷാരൂഖ് ഖാൻ ഗൗരിക്കൊപ്പം പാർട്ടി വിട്ട് പോകാൻ ഒരുങ്ങുകയും ചെയ്തു. പേടിയാണോ എന്ന് ഈ സമയത്ത് സൽമാൻ ഖാൻ ചോദിച്ചു. ഇത് നിന്റെ വീടാണ്, നിന്റെ അതിഥികളാണ്, പക്ഷെ ഇനി ഇവിടെ എന്തെങ്കിലും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മുന്നിൽ വെച്ച് നിന്നെ അടിക്കേണ്ടി വരുമെന്നായിരുന്നു ഷാരൂഖ് ഖാന്റെ മറുപടി. അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് ഷാരൂഖ് ഖാൻ പറയുകയും ചെയ്തു എന്നാണ് അന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയത്. ഇത് വീണ്ടും ചർച്ചയായതോടെ പലരും സൽമാൻ ഖാനെ വിമർശിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തെത്തുന്നുണ്ട്. റിപ്പോർട്ട് വിശ്വാസയോഗ്യമല്ലെന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു. 1997 ഐശ്വര്യ റായും സൽമാൻ ഖാനും പ്രണയത്തിലാകുന്നത്. സഞ്ജയ് ലീല ബൻസാലി ചിത്രം ആയിട്ടുള്ള ഹം ദിൽ കെ ചുക്കെ സനം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു ഇരുവരും തമ്മിൽ അടുപ്പത്തിലാകുന്നത്. പിന്നീട് അവർ അകലുകയൊക്കെ ചെയ്തിരുന്നു. സൽമാന്റെ ശല്യം സഹിക്കാതായതോടെയാണ് ഐശ്വര്യ റായ് ഈ ബന്ധം വേണ്ട എന്ന് വെക്കുന്നതെന്നാണ് വിവരം. കരിയറിൽ വലിയ നഷ്ടങ്ങൾ സൽമാൻ ഖാൻ കാരണം ഐശ്വര്യയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. സൽമാന്റെ ശല്യം കാരണം തന്റെ 5 സിനിമകളിൽ നായികാ സ്ഥാനത്ത് നിന്ന് ഐശ്വര്യയ്ക്ക് പിന്മാറേണ്ടി വന്നു എന്ന് പറയുകയുണ്ടായി. ഐശ്വര്യയെ ഷാരൂഖ് ഖാനാണ് ഇങ്ങനെ നായികാ വേഷത്തിൽ നിന്ന് മാറ്റിയതെന്നും പറയപ്പെടുന്നു. പിൻകാലത്ത് ഇത് തുറന്ന് സമ്മതിക്കാനും ഐശ്വര്യയോട് ക്ഷമ ചോദിക്കാനും ഷാരൂഖ് ഖാനും തയ്യാറായിരുന്നു. സൽമാൻ ഖാന്റെ മദ്യപാനം, സംശയം, പെരുമാറ്റ രീതികൾ ഇവയെല്ലാമാണ് കാരണമാണ് ഐശ്വര്യ റോയ് പ്രണയബന്ധം ഉപേക്ഷിച്ചത്. സൽമാൻ ഖാനും ഐശ്വര്യ റോയും ആഴത്തിൽ സ്നേഹിച്ചിരുന്നുവെങ്കിലും സൽമാന്റെ മോശം പ്രവർത്തികൾ കാരണം ആ ബന്ധം തകർന്നുപോയി. അതേസമയം സൽമാൻ ഖാൻ കാരണം നടിക്ക് നിരവധി സിനിമകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഷാരൂഖ് ഖാനും ഐശ്വര്യ റോയും ഒരു കാലത്ത് ഹിറ്റ് ജോഡികളായിരുന്നു. ഇരുവരുടെയും ഓൺ സ്ക്രീനിലെ കെമിസ്ട്രി പ്രേക്ഷകർക്കും പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു. അത്തരത്തിൽ നിരവധി സിനിമകളിൽ രണ്ടാളും നായികന്മാരായി അഭിനയിക്കുകയും ചെയ്തു. എന്നാൽ ഷാരൂഖ് ഖാന്റെ 5ഓളം ചിത്രങ്ങളിൽ നിന്നും ഐശ്വര്യയെ ഒഴിവാക്കിയ സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ചൽത്തെ ചൽത്തെ എന്ന സിനിമയിൽ ആദ്യം നായികയായി തീരുമാനിച്ചിരുന്നത് ഐശ്വര്യ റോയയെ തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് ഷാരൂഖിന്റെ നിർദ്ദേശപ്രകാരം ഐശ്വര്യയെ മാറ്റി പകരം റാണി മുഖർജിയെ നായികയാക്കി. ആ തരത്തിലൊരു അഭ്യൂഹം അതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചിരുന്നു. പിന്നീട് അത് സത്യമാണെന്ന് പറഞ്ഞ് നടൻ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയും ചെയ്തതാണ്. തന്റെ നല്ല സുഹൃത്തായിരുന്നിട്ടും ഐശ്വര്യയ്ക്ക് വേണ്ടി ആ സമയത്ത് ഒരു നിലപാട് എടുക്കാത്തതിനാലാണ് ഷാരൂഖ് ഖാൻ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത്. വളരെ സങ്കടം
സങ്കടകരമായി പോയി തൻ്റെ തീരുമാനം. താനൊന്നും ഉദ്ദേശിച്ചായിരുന്നില്ല അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അതൊരു പ്രൊഫഷണൽ തീരുമാനമായിരുന്നു എന്നാണ് ഷാരൂഖ് പറഞ്ഞത്. വേറെ വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊരു തീരുമാനത്തിൽ എത്തിയതെന്നും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതെന്നും ഞങ്ങൾക്ക് തന്നെ ഈ തീരുമാനം മോശമായി തോന്നിയെന്നും പറയുന്ന നടന്റെ വീഡിയോ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ഐശ്വര്യ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് തന്നെയാണ്. ഞാൻ അവളുമായി നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അങ്ങനെയൊരു അവസ്ഥയിലേക്ക് എത്തിയതിൽ വ്യക്തിപരമായി ഞാൻ വളരെ ദുഃഖിതനായിരുന്നു. എനിക്ക് അതിൽ വളരെ ഖേദമുണ്ട് എന്ന് ഷാരൂഖ് ഖാൻ പറയുന്നു. ഞാൻ ആത്മാർത്ഥമായി തന്നെ പറയുന്നതാണ്, ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ എനിക്ക് കൂടുതലൊന്നും ചെയ്യാൻ ഇല്ലായിരുന്നു. കാരണം ഞാൻ മാത്രമല്ലായിരുന്നു ആ സിനിമയുടെ നിർമ്മാതാവ്. ഇത് മുഴുവനും വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് എന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നി. അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അന്ധവിശ്വാസം കൊണ്ടല്ല. ഐശ്വര്യയെ ഒഴിവാക്കിയത് ഒരു പ്രൊഫഷണൽ തീരുമാനമായിരുന്നു. മാത്രമല്ല പ്രൊഫഷണലായിട്ട് പോലും ഞങ്ങൾ വളരെ മോശമായിട്ടാണ് പ്രൊഫഷണലായിട്ട് പോലും ഞങ്ങൾക്ക് വളരെ മോശമായിട്ടാണ് തോന്നിയത്. മാത്രമല്ല അതല്ലാതെ വേറെ വഴികളൊന്നും ഞങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നില്ല എന്നും ഷാരൂഖ് ഖാൻ പറയുന്നു. ഒരാളെ വെച്ച് ഒരു സിനിമ പ്ലാൻ ചെയ്തതിന് ശേഷം അവരുടെ ഭാഗത്ത് ഒരു തെറ്റില്ലാതെ അതിൽ നിന്ന് മാറ്റുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഐശ്വര്യ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ എൻ്റെ തെറ്റ് തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ ഞാൻ ഐശ്വര്യയോട് മാപ്പ് ചോദിക്കാൻ ഈ അവസരം എടുക്കുന്നു എന്ന് തന്നെയായിരുന്നു ഷാരൂഖ് ഖാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഐശ്വര്യയെ വിവാഹം കഴിക്കണമെന്ന ചിന്തയിലായിരുന്നു സൽമാൻ ഖാൻ ഉണ്ടായിരുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു. എന്നാൽ ഐശ്വര്യയ്ക്ക് കരിയർ ആയിരുന്നു പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല കരിയറിൻ്റെ പീക്കിലായിരുന്നത് കൊണ്ട് തന്നെ ആ അവസരം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ചായിരുന്നു ഐശ്വര്യ ചിന്തിച്ചിരുന്നത്. വിവാഹം വിദൂര ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വിവാഹകാര്യം സൽമാൻ ഖാൻ ചർച്ചയ്ക്ക് വെക്കുമ്പോഴൊക്കെ ഐശ്വര്യ ഒഴിഞ്ഞു മാറുകയും ചെയ്തുകൊണ്ടേയിരുന്നു എന്നാണ് സൂചനകൾ. ഇതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ വഴക്കിലേക്കും ഇരുവർക്കും ഇടയിൽ വിള്ളലുണ്ടാക്കാനൊക്കെ കാരണമായി മാറുകയായിരുന്നു. വിവാഹം എന്ന അടുത്ത ഘട്ടത്തിലേക്ക് സൽമാനൊപ്പം കടക്കുന്നതിൽ ഐശ്വര്യയ്ക്ക് പിന്നീട് ഒരു ഉറപ്പ് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. മാത്രമല്ല സൽമാൻ ഖാന് ബോളിവുഡിലെ കാസിനോവ ടൈറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ ഐശ്വര്യയുടെ പിതാവിന് സൽമാനെ മകൾ വിവാഹം ചെയ്യുന്നത് താല്പര്യമില്ലാത്തൊരു വിഷയമായിരുന്നു എന്നും പറയുന്നുണ്ട്. ഐശ്വര്യയുടെ പിതാവ് മകളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കാകുലനായിരുന്നു. സൽമാൻ മകൾക്ക് ചേർന്ന പങ്കാളിയാണെന്ന് നടിയുടെ പിതാവ് വിശ്വസിച്ചിരുന്നില്ല. വിവാഹത്തോട് ഐശ്വര്യ നിരന്തരമായി വിമുഖത കാണിച്ച് തുടങ്ങിയത് സൽമാനെ മാനസിക സംഘർഷത്തിലേക്കാക്കി. സൽമാന് നിരാശ ബാധിച്ചു. ഒപ്പം അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയെന്നാണ് സൽമാന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നതിന് പിന്നാലെ കാരണം ചൂണ്ടിക്കാട്ടി ഒരിക്കൽ അർബാസ് ഖാൻ വ്യക്തമാക്കിയത്. ഈ സംഭവങ്ങൾക്ക് ശേഷം സൽമാൻ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളായി മാറിയിരുന്നു. കോപം നിയന്ത്രണാതീതമായി എന്നാണ് അർബാസ് ഖാൻ ഒരിക്കൽ പറഞ്ഞത്. ഐശ്വര്യ പ്രണയത്തിൽ താല്പര്യക്കുറവ് കാണിച്ച് തുടങ്ങിയപ്പോൾ നടിയുടെ ഷൂട്ടിംഗ് സെറ്റിൽ പോലും സൽമാൻ ഖാൻ എത്തി കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയതാണ് വലിയ വിഷയമായത്. ഐശ്വര്യ റോയും സൽമാൻ ഖാനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച 1997 സഞ്ജയ് ലീല ബൻസാലി സംവിധാനം ചെയ്ത പുറത്തെത്തിയിട്ടുള്ള സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ഹം ദിൽ ദേ ചുകേ സനം. ഈ ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെയാണ് ഐശ്വര്യയും സൽമാനും തമ്മിൽ പ്രണയത്തിലാകുന്നത്. തുടർന്ന് ഇരുവരും വിവാഹിതരാകാമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. സൽമാനുമായി ഇഷ്ടത്തിലായി 5 വർഷത്തിന് ശേഷമാണ് ഒടിഞ്ഞ കൈയുമായി ഐശ്വര്യ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. 2002 മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് വാങ്ങാൻ വേദിയിൽ എത്തിയതായിരുന്നു നടി. ഈ സമയത്ത് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടത് എന്തിനാണെന്നുള്ള ചോദ്യവും ഉയർന്നു വന്നു. സൽമാൻ ഖാന്റെ ഉപദ്രവം കാരണം അപകടം പറ്റി ഐശ്വര്യയുടെ കൈ ഒടിഞ്ഞു എന്ന കഥയാണ് ഇതിന് പിന്നീട് അങ്ങോട്ട് പ്രചരിച്ചത്. എന്നാൽ തനിക്ക് അങ്ങനെ അപകടം സംഭവിക്കാൻ കാരണം സൽമാൻ ഖാൻ അല്ല എന്നും അക്കാര്യം പറഞ്ഞിട്ട് ആളുകൾ വിശ്വസിക്കാത്തത് എന്താണെന്നുമൊക്കെ ചോദിച്ച് ഐശ്വര്യ വേദിയിൽ നിന്നും പരസ്യമായി ഒരു വലിയ ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. ഞാൻ പടികളിൽ നിന്ന് താഴെ വീണതാണ് എന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇതേ ആളുകൾ ഞാൻ ശക്തമായൊരു സ്ത്രീയാണ് എന്ന് മാധ്യമങ്ങളിലൂടെ എഴുതാറുമുണ്ട്. എനിക്കൊരിക്കലും സഹിഷ്ണുതയോടെ പെരുമാറുന്നവരെ അംഗീകരിക്കാൻ കഴിയില്ല.
അർണോൾഡ് ഷ്വാർസെനഗറിന് വരെ അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ലെന്നാണ് അവർ ചോദിച്ചത്. എന്നെ ആരെങ്കിലും ശാരീരികമായി ഉപദ്രവിച്ചാൽ ഞാൻ അവരെ തിരിച്ചടിക്കും. ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അടിസ്ഥാനമില്ലാത്ത വാർത്തകളാണെന്ന് അവർ പറഞ്ഞു. എൻ്റെ നിശബ്ദത പല അഭ്യൂഹങ്ങൾക്കും ആക്കം കൂട്ടുന്നുണ്ട്. പക്ഷേ നിസ്സാര കാര്യങ്ങൾക്ക് പ്രതികരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നായിരുന്നു അന്ന് ഐശ്വര്യ റായ് പ്രതികരിച്ചത്.